ഒരു മാർപ്പാപ്പയുടെ മരണം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കാലം വരെയുള്ള സഭയുടെ ശുശ്രൂഷ രീതികളും കാനോനിക നിയമക്രമങ്ങളും നാം അറിയുന്നത് നല്ലതാണ്. ഒരു മാർപ്പാപ്പ മരണമടഞ്ഞാൽ ആ മരണം സ്ഥിരീകരിച്ച് തുടർന്നുള്ള മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ 7 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, മാർപ്പാപ്പ മരണമടഞ്ഞാൽ ഉടനെ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്യുന്നു എന്നതാണ്. ഇത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കേഷൻ, വൈദ്യശാസ്ത്രപരമായ ഒരു സ്ഥിരീകരണം മാത്രമാണ്, ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമല്ല. അതിനുശേഷം സഭയിലെ കമർലെങ്കോ, അതായത് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലോ അദ്ദേഹത്തിന്റെ കാലശേഷമോ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം നിയോഗിക്കുന്ന വ്യക്തിയാണ് കമർലെങ്കോ. കമർലെങ്കോ മാർപ്പാപ്പയുടെ അടുത്ത് വന്ന് ഒരു വെള്ളി ചുറ്റിക കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ 3 പ്രാവശ്യം സാവകാശം തട്ടുകയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ മാമോദീസ പേര് 3 പ്രാവശ്യം വിളിക്കുകയും ചെയ്യും. ഇങ്ങനെ വിളിക്കുമ്പോൾ പ്രത്യുത്തരമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ മാർപ്പാപ്പ മരിച്ചതായി അദ്ദേഹം സ്ഥിരീകരിക്കുകയും തുടർന്ന് മാർപ്പാപ്പയുടെ മോതിരവും അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ സീലും നശിപ്പിക്കുകയും ചെയ്യുന്നു. മോതിരവും സീലും നശിപ്പിക്കുന്നതിന്റെ അർത്ഥം മാർപ്പാപ്പ കാലം ചെയ്തു, ഇനി മാർപ്പാപ്പയുടെ കാലഘട്ടം, ഭരണകാലഘട്ടം സഭയിലില്ല എന്നത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം മൂന്നാമതായി കമർലെങ്കോ കോളേജ് ഓഫ് കാർഡിനൽസിനെ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ സഭയിൽ ഔദ്യോഗികമായി മാർപ്പാപ്പ കാലം ചെയ്ത കാര്യം കാർഡിനൽസ് എല്ലാവരും അറിയുന്നു. തുടർന്ന് വത്തിക്കാൻ പ്രസ്സിനെ വിവരം അറിയിക്കുന്നു. വത്തിക്കാൻ പ്രസ്സിനെ വിവരം അറിയിക്കുന്നതോടുകൂടി വത്തിക്കാൻ പ്രസ് ലോകത്തിന് മാർപ്പാപ്പ കാലം ചെയ്തു എന്ന വിവരം നൽകുകയാണ്. ഇത് കഴിഞ്ഞാൽ കോളേജ് ഓഫ് കാർഡിനൽസ് ഒന്നു ചേർന്ന് ഉടനെ തന്നെ നോവേ ദിയാലിസ് എന്ന് പറയുന്ന 9 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയാണ്. ഈ 9 ദിവസത്തെ ദുഃഖാചരണത്തോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ ശവസംസ്കാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. സാധാരണഗതിയിൽ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 7 ദിവസം വരെയാണ് ശരീരം വെക്കുക, അതിനുശേഷം അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. കോളേജ് ഓഫ് കാർഡിനൽസ് തീരുമാനിക്കുന്ന നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നീട് മാർപ്പാപ്പയുടെ ശവമഞ്ചം അടയ്ക്കുക എന്നതാണ്. ഇത് തികച്ചും ഒരു രഹസ്യ പ്രോഗ്രാമിലാണ് മാർപ്പാപ്പയുടെ ശവമഞ്ചം അടയ്ക്കുന്നത്. 3 പെട്ടികളാണ് മാർപ്പാപ്പയുടെ ശവശരീരം അടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് സൈപ്രസ് തടിയിൽ നിർമ്മിച്ച ഒരു ശവപ്പെട്ടിയാണ്. സൈപ്രസ് തടിയിൽ നിർമ്മിച്ച ശവപ്പെട്ടി സൂചിപ്പിക്കുന്നത് മാർപ്പാപ്പയുടെ നിത്യതയെയും അതുപോലെ തന്നെ സിംപ്ലിസിറ്റിയെയുമാണ്. ഈ പെട്ടി അടക്കം ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തേത്, മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച കോയിനുകളുടെ ഒരു ശേഖരം മാർപ്പാപ്പയുടെ ഈ പെട്ടിയിൽ വെക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ പ്രത്യേകമായ കാലഘട്ടം അനുസ്മരിക്കുന്നതിനും അത് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഈ ബാഗ് ഓഫ് കോയിൻസ് അതിൽ സൂക്ഷിക്കുന്നത്. രണ്ടാമത്തേത്, റോജിത്തോ എന്ന് പറയുന്ന 1 പേജിൽ ഉൾക്കൊള്ളുന്ന മാർപ്പാപ്പയുടെ ഒരു ബയോഗ്രഫിയാണ്. മൂന്നാമത്തേത് ഒരു വൈറ്റ് സിൽവർ തുണിയാണ്. അത് മാർപ്പാപ്പയുടെ മുഖം മറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ 3 വസ്തുക്കളും ഈ ശവപ്പെട്ടിയിൽ വെച്ച് പെട്ടി അടച്ചതിന് ശേഷം രണ്ടാമത്തെ ശവപ്പെട്ടി ലെഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. അത് ഈ ശരീരം ഒരിക്കലും കേടുവരാതെ നിലനിൽക്കുന്നതിന് വേണ്ടി ആണ് ലെഡിന്റെ ശവപ്പെട്ടി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് എൽം അല്ലെങ്കിൽ ഓക്ക് മരത്തിൽ നിർമ്മിച്ച ഒരു ശവപ്പെട്ടിയാണ്. അതാണ് ഏറ്റവും പുറകിലായിട്ട് ഏറ്റവും പുറത്ത് കാണുന്ന ശവപ്പെട്ടി അതാണ്. അത് കാണിക്കുന്നത് ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി, എത്ര കാലം നിന്നാലും ഇത് നശിച്ചു പോകരുത് എന്നത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓക്ക് മരത്തിലോ അല്ലെങ്കിൽ എൽമ മരത്തിലോ നിർമ്മിച്ചിരിക്കുന്ന ശവപ്പെട്ടി ഉപയോഗിക്കുന്നത്. പിന്നീട് അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ ഭാഗങ്ങളും ലെഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു എന്നതാണ്. ഇങ്ങനെ സൂക്ഷിക്കുന്ന ശവമഞ്ചമാണ് ശവസംസ്കാരം നടക്കുന്ന അവസാനത്തെ ദിവസം വത്തിക്കാൻ ബസിലിക്കയുടെ ചത്വരത്തിൽ സ്ഥാപിക്കുന്നതും അതിനുശേഷം ഔദ്യോഗികമായി മാർപ്പാപ്പയ്ക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും. പരമ്പരാഗതമായി ഡീൻ ഓഫ് കാർഡിനൽസ് എന്ന് പറഞ്ഞാൽ കർദിനാൾമാരിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് അന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ വർഷം ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കാർഡിനൽ ജോവാന്നി ബത്തിസ്ത റേ 91 വയസ്സുള്ള കർദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഡീനാണ് അന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്.
അങ്ങനെ ശുശ്രൂഷകൾ നേതൃത്വം നൽകി ലാറ്റിൻ കുർബാനയുടെ അവസാന ഭാഗത്ത് മാർപ്പാപ്പയുടെ മൃതശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം പിന്നെ അധികം സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ മാർപ്പാപ്പയെ സംസ്കരിക്കുന്ന സ്ഥലത്ത് എത്തിച്ച് ശരീരം മറവ് ചെയ്യുക എന്നതാണ് സഭയുടെ ഒരു രീതി. ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞാൽ പിന്നീട് താമസിയാതെ തന്നെ കോളേജ് ഓഫ് കാർഡിനൽസ് ഒന്നിച്ചു ചേർന്ന് അടുത്ത കോൺക്ലേവിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. കോൺക്ലേവ് എന്ന് പറയുന്നത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സമ്മേളിക്കുന്ന മെത്രാൻ സമിതിയുടെ ഔദ്യോഗിക പേരാണ് കോൺക്ലേവ്. ഈ വർഷം മെയ് മാസം 7-ാം തീയതി കോൺക്ലേവ് ആരംഭിക്കാം എന്നാണ് കോളേജ് ഓഫ് കാർഡിനൽസ് തീരുമാനിച്ചിരിക്കുന്നത്. സഭയുടെ നിയമം അനുസരിച്ച് 120 കാർഡിനൽസ് ആണ് ഈ തിരഞ്ഞെടുപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാൻ മാമോദീസ സ്വീകരിച്ച് മെത്രാൻ പട്ടം സ്വീകരിക്കാൻ അർഹനായ എല്ലാ വ്യക്തികൾക്കും യോഗ്യതയുണ്ട് എന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി മെത്രാനാണെങ്കിൽ അതിനുശേഷം ഉടനെ തന്നെ മാർപ്പാപ്പയായി സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റും. എന്നാൽ ഒരു പുരോഹിതനാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം മെത്രാൻ പട്ടം നൽകിയതിനു ശേഷം മാത്രമായിരിക്കും മാർപ്പാപ്പയ്ക്ക് അടുത്ത ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. ഇനി പൗരോഹിത്യത്തിനും താഴെ ഒരു അൽമായനാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം പൗരോഹിത്യ പട്ടവും അതിനുശേഷം മെത്രാൻ പട്ടവും നൽകിയ ശേഷം മാത്രമേ മാർപ്പാപ്പയുടെ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സഭാ നിയമത്തിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് പ്രത്യേകമായി എടുത്തു പറയാത്തത് കൊണ്ടും മെത്രാൻ ശുശ്രൂഷയ്ക്ക് യോഗ്യനായ വ്യക്തിക്ക് മാർപ്പാപ്പയാകാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ടുമാണ് ഈ രീതിയിൽ കാനൻ ലോ ഇതിനെ വിശകലനം ചെയ്യുന്നതും നിർവചിക്കുന്നതും. കോൺക്ലേവ് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. നമുക്ക് ഇന്ന് 80 വയസ്സിൽ താഴെ പ്രായമുള്ള കാർഡിനൽസിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഇന്ന് കത്തോലിക്ക സഭയിൽ 252 കാർഡിനൽസ് ആണുള്ളത്. അതിൽ 80 വയസ്സിൽ താഴെ പ്രായമുള്ളവർ 135 പേരാണ്. ഇന്ത്യയിൽ നിന്ന് 6 കാർഡിനൽസ് ആണുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ കാർഡിനൽ ബെസേലിയൂസ് ക്ലീമീസ് ബാവ. രണ്ടാമത്തേത് കാർഡിനൽ ആന്റണി പൂള, ഹൈദരാബാദിന്റെ ആർച്ച് ബിഷപ്പാണ്. മൂന്നാമത്തേത് കാർഡിനൽ ജോർജ് കൂവക്കാട്ടാണ്. അദ്ദേഹം വത്തിക്കാന്റെ ഡിപ്ലോമാറ്റിക് സർവീസ് ഉള്ളതാണ്. നാലാമത്തേത് കാർഡിനൽ ഫിലിപ്പ് നേരി. അദ്ദേഹം ഗോവ ഡാമൻ രൂപതകളുടെ മെത്രാനാണ്. അതോടൊപ്പം 80 വയസ്സ് കഴിഞ്ഞ 2 കാർഡിനൽസ് ആണ് നമുക്കുള്ളത്. ഓസ്വാൾഡ് ഗ്രേഷ്യസ് മെത്രാപ്പോലിത്തയും അതുപോലെ തന്നെ കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവും. 135 കാർഡിനൽസ് ഉള്ളതിൽ ഈ വർഷത്തെ ഇലക്ഷനിൽ 133 പേർ പങ്കെടുക്കുന്നുണ്ട്. 2 പേര് ആരോഗ്യപരമായ കാരണങ്ങളാൽ. ഒന്നാമതായി ഇറ്റലിയിൽ നിന്നുള്ള കാർഡിനൽ ആഞ്ചലോ ബെച്ചു, അദ്ദേഹം കോളേജ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നതല്ല. രണ്ടാമത്തേത് കാർഡിനൽ അന്റോണിയോ കനീസേറെ ലൊവേറോ, സ്പെയിനിൽ നിന്നുള്ള കർദിനാളാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹവും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് 133 കാർഡിനൽസ് ആണ് ഈ വർഷത്തെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇനി കാർഡിനൽസിന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നിന്ന് 53 കാർഡിനൽസും ഏഷ്യയിൽ നിന്ന് 23 കാർഡിനൽസും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 23 കാർഡിനൽസും അമേരിക്ക, കാനഡ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 14 കാർഡിനൽസും ഓഷ്യാനോ പ്രദേശത്ത് നിന്ന് 4 കാർഡിനൽസും ഉൾപ്പെടെ 135 പേരാണ് ഉള്ളത്. ഈ 135 പേര് ഉള്ളതിൽ 133 പേര് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിന് 2/3 ഭൂരിപക്ഷം എന്ന് പറയുന്ന 89 വോട്ട് കിട്ടുന്ന ആളായിരിക്കും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കോൺക്ലേവ് ആരംഭിക്കുന്ന ദിവസം രാവിലെ 10 മണിക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ എല്ലാ കർദിനാൾമാരും ഒന്നുചേരുന്നു. കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത്. രാവിലെ കുർബാന കഴിഞ്ഞ് വിശ്രമത്തിനുള്ള സമയമാണ്. കോൺക്ലേവ് ആരംഭിച്ചു കഴിഞ്ഞാൽ വത്തിക്കാൻ ബെസിലിക്കയുടെ പരിസരത്തും സിസ്റ്റൈൻ ചാപ്പലിലും അതുപോലെ തന്നെ കർദിനാളുമാര് താമസിക്കുന്ന സാന്ത മാർത്തെ എന്ന് പറയുന്ന ഭവനത്തിന് പരിസരത്തും മറ്റാർക്കും തന്നെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല.
ഇതിന്റെ പരിപൂർണമായ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കോൺക്ലേവ് ആരംഭിച്ചു കഴിഞ്ഞാൽ കർദിനാൾമാര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുകയോ ടിവിയോ ഇന്റർനെറ്റോ മറ്റ് യാതൊരു വാർത്താ മാധ്യമങ്ങളുമായിട്ടും ഒരു സമ്പർക്കവും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇലക്ഷന്റെ അന്ന് കോൺക്ലേവിന്റെ ആദ്യ ദിനം ഉച്ച കഴിഞ്ഞ് വത്തിക്കാനിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പരിസരത്തുള്ള കപ്പേല പൗളീന, പൗലോസിന്റെ നാമത്തിലുള്ള കപ്പേളയിൽ എല്ലാവരും സമ്മേളിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് സകല വിശുദ്ധന്മാരുടെയും ലുത്തനിയ ആലപിച്ചുകൊണ്ടാണ് കാർഡിനൽസ് എല്ലാവരും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോകുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൽ ചെന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഔദ്യോഗിക ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നു. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് നടത്തേണ്ട കാർഡിനൽസ് ആദ്യം തന്നെ ഈ രഹസ്യാത്മകത പരിപൂർണമായി സൂക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം തുടർന്നുള്ള എല്ലാ കർദിനാൾമാരും മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്താമെന്നും ഇതിന്റെ രഹസ്യാത്മകത എന്നും കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രതിജ്ഞ ചൊല്ലുന്നു. തുടർന്ന് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി ധ്യാന പ്രസംഗമുണ്ടാകും. അത് ഈ കാർഡിനാൾ സമൂഹത്തിൽ നിന്നും അവർ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് പ്രസംഗം നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രസംഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ കർദിനാൾമാർക്കും ദീർഘ ചതുരാകൃതിയിലുള്ള 3 ബാലറ്റ് പേപ്പറുകൾ നൽകും. ആ ബാലറ്റ് പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എലീജിയോ ഇൻ സൊമ്മം പൊന്തിഫിച്ചേം എന്നാണ്. പരിശുദ്ധ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ബാലറ്റ് പേപ്പറാണ് എന്നത് കാണിക്കുകയാണ്. അതിനുശേഷം അവിടെ കൂടിയിരിക്കുന്ന കർദിനാൾമാരിൽ നിന്നും 3 ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കുകയാണ്. ഒന്നാമത്തേത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ക്രൂട്ടിനിക്ക് മുമ്പുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തേത് സ്ക്രൂട്ടിനി നടത്തുന്ന സമയത്തുള്ളതാണ്. മൂന്നാമത്തേത് സ്ക്രൂട്ടിനിക്ക് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്ക്രൂട്ടിനിക്ക് മുമ്പുള്ള ഗ്രൂപ്പിന് 2 ദൗത്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഓരോ കർദിനാൾമാരും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബാലറ്റ് പേപ്പറിൽ പേര് രേഖപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അത് സിസ്റ്റൈൻ ചാപ്പലിന്റെ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഓരോ കർദിനാൾമാരും ഈ ബാലറ്റ് നിക്ഷേപിക്കാനായിട്ട് വരുമ്പോൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം എനിക്ക് ബോധ്യം നൽകിയതനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാർഡിനൽസ് രോഗം മൂലം അസുഖം മൂലം ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ മുറിയിൽ റെസ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ ക്രമീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർദിനാൾമാര് ഒരു ബോക്സ് ഈ കർദിനാൾ സമിതിയുടെ മുൻപിൽ തുറന്നു കാണിച്ച് അതിൽ ബാലറ്റ് പേപ്പറുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അത് ലോക്ക് ചെയ്ത് രോഗം മൂലം വിശ്രമിക്കുന്ന കർദിനാളിന്റെ മുറിയിൽ ചെന്ന് ബാലറ്റ് പേപ്പർ ശേഖരിച്ച് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വരുന്നു എന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരുടെ സംഖ്യയും ബാലറ്റ് പേപ്പറുകളുടെ സംഖ്യയും തമ്മിൽ ഒത്തുനോക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള കർദിനാൾമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വോട്ടിംഗ് ലിസ്റ്റും രോഗികളായ കർദിനാൾമാരുടെ നമ്പറും ഒത്തുനോക്കുക എന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സംഖ്യയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബാലറ്റ് പേപ്പറുകൾ എണ്ണി നോക്കാതെ അപ്പോൾ തന്നെ അത് കത്തിച്ചു കളഞ്ഞ് അടുത്ത ബാലറ്റ് പേപ്പർ നൽകുന്നു എന്നതാണ് സഭയുടെ വലിയ ഒരു രീതി. ഇനി ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്നവരെല്ലാം രഹസ്യാത്മകത 100% കാത്തു സൂക്ഷിക്കാം എന്ന വലിയ ഉറപ്പും പ്രതിജ്ഞയും ദൈവനാമത്തിൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്ന ഇങ്ങനെയാണ്: തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഒന്നും പുറത്തുവിടാൻ കർദിനാൾമാർക്ക് അനുവാദമോ അവകാശമോ അധികാരമോ ഇല്ല. ഇനി ഇതിന് മറിച്ച് ആരെങ്കിലും രഹസ്യങ്ങൾ പുറത്തുവിടുന്നുണ്ടെങ്കിൽ അതിനാൽ തന്നെ എക്സ് കമ്മ്യൂണിക്കേഷൻ, കർദിനാൾ സംഘത്തിൽ നിന്നും അതുപോലെ തന്നെ സഭയിൽ നിന്നും പുറത്താകുന്ന എക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിനുള്ള ശിക്ഷാവിധിയായിട്ട് എടുക്കുന്നത്. ആദ്യത്തെ ദിവസം ഇലക്ഷൻ കഴിഞ്ഞ് ബാലറ്റ് പേപ്പർ എണ്ണി നോക്കി അതിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയെ മാർപ്പാപ്പയായി പ്രഖ്യാപിക്കുക എന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ 2/3 ഭൂരിപക്ഷം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കോൺക്ലേവ് പിരിയുകയും കർദിനാൾമാരെല്ലാവരും വളരെ രഹസ്യമായി പ്രാർത്ഥനാപൂർവം അവരുടെ മുറിയിൽ പോയി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ ദിവസം ഇവര് കൂടുന്ന സമയത്ത് 3 ഇലക്ഷനാണ് സാധ്യതയുള്ളത്. ഒന്നാമത്തെ ഇലക്ഷൻ
അതിൽ അബ്സല്യൂട്ട് 2/3 ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഇലക്ഷനും അതിനുശേഷം മൂന്നാമത്തെ ഇലക്ഷൻ നടക്കുന്നു. രണ്ടാമത്തെ ദിവസവും അതേപോലെ തന്നെ 2/3 ഭൂരിപക്ഷം കിട്ടുന്നത് വരെയുള്ള വോട്ടെടുപ്പ് നടക്കുന്നു. അപ്പൊ അങ്ങനെ 1, 2, 3 ദിവസങ്ങളിൽ ആകെ വോട്ടെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളത് 7 പ്രാവശ്യമാണ്. 7 പ്രാവശ്യം വോട്ടെടുപ്പ് നടന്നിട്ടും 2/3 ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ നാലാമത്തെ ദിവസം പരിപൂർണമായ ഒരു പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ആത്മവിചിന്തനത്തിന്റെയും ദിനമായി മാറ്റിവെച്ച് അഞ്ചാമത്തെ ദിവസം വീണ്ടും കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിൽ ഒന്നിച്ചു കൂടുകയും അങ്ങനെ കൂടുന്ന സമയത്ത് മുമ്പ് നടന്ന വോട്ടെടുപ്പിൽ ഏറ്റവും അവസാനത്തെ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 2 പേരുടെ പേരുകൾ മാത്രം എടുത്ത് അടുത്ത വോട്ടിംഗ് നടത്തുന്നു. അതിലും 2/3 ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ പിന്നീടുള്ളതിൽ 2 പേരുടെ മാത്രം വോട്ടെടുത്ത് അതിൽ അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടുന്നയാളെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയാണ് സഭയിൽ ചെയ്യുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ കർമ്മം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോട് സഭയുടെ അധിപനായി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ആ ചാർജ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് വളരെ പോസിറ്റീവായിട്ട് തയ്യാറാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു നാമം എന്താണ് എന്നതാണ് ചോദിക്കുന്നത്. അങ്ങനെ നാമം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിനുള്ള ക്രമീകരണങ്ങളാണ്. ഇനി ഓരോ തിരഞ്ഞെടുപ്പിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ബാലറ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞ് അത് എണ്ണിക്കഴിഞ്ഞ് ഉദ്ദേശിക്കുന്ന രീതിയിൽ 2/3 ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ ആ പേപ്പറുകളെല്ലാം നൂലിൽ കോർത്ത് അപ്പോൾ തന്നെ അത് കത്തിച്ചു കളയുക എന്നതാണ്. മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കെമിക്കൽസ് ഉപയോഗിച്ച് കറുത്ത പുക വമിക്കുന്ന രീതിയിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെള്ള പുക വരുന്ന രീതിയിൽ കെമിക്കൽസ് ഉപയോഗിച്ചാണ് അത് കത്തിക്കുന്നത്. അങ്ങനെ പുറം ലോകത്തിന് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നതിനുള്ള വലിയ ഒരു അടയാളമായി അത് കാണപ്പെടുകയും ചെയ്യുന്നു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ദർശിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു സാന്നിധ്യവും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷവുമാണ്. കർദിനാൾമാരെല്ലാവരും ഏകാന്തമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിചിന്തനത്തിലും സമയം ചെലവഴിക്കുകയും പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനത്തിനനുസരിച്ച് മാത്രം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് സഭയുടെ രീതി. മാധ്യമങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാകണമെന്ന് നിർബന്ധമില്ല എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് മാധ്യമങ്ങളിൽ മറ്റു പല കർദിനാൾമാരുടെ പേരുകളും മുന്നിട്ട് നിന്നെങ്കിലും അങ്ങനെ മാധ്യമങ്ങളിൽ പരാമർശിക്കപ്പെടുക പോലും ചെയ്യാത്ത വ്യക്തിയാണ്, കർദിനാളാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രവർത്തനത്തിന്റെ തെളിവായിട്ട് നമ്മൾ കാണുകയാണ്. ഇനി മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സമ്മതിക്കുകയും പേര് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മാർപ്പാപ്പയെ പരസ്യമായി ലോകത്തിന് കാണിക്കുക എന്നതാണ് പിന്നീടുള്ള ചടങ്ങ്. നേരത്തെ തയ്ച്ചു വെച്ചിരിക്കുന്ന 3 അളവുകളിലെ ഉടുപ്പാണ് സാധാരണഗതിയിൽ ഉള്ളത് എന്നാണ് പാരമ്പര്യം പറയുന്നത്. വളരെ ചെറുതാകാം, അതുപോലെ വളരെ വലുതാകാം, അതുപോലെ തന്നെ അതിന് മധ്യഭാഗത്ത് ഒരു മീഡിയം സൈസിലുള്ളതാകാം. ഓരോ കർദിനാളും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ച ഡ്രസ്സ് ധരിച്ച് അദ്ദേഹത്തെ വത്തിക്കാൻ ചത്തുരത്തിൽ ബാൽക്കണിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ബാൽക്കണിയിൽ മാർപ്പാപ്പ എത്തിക്കഴിഞ്ഞാൽ അതിനു മുൻപായി കോളേജ് ഓഫ് കാർഡിനൽസിലെ ഏറ്റവും പ്രായം കൂടിയ ഡീൻ വന്ന് ജനങ്ങളോട് പറയുകയാണ്, ഹബേമോസ് പാപ്പാം, ഇതാ നമുക്ക് ഒരു മാർപ്പാപ്പ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ജനമധ്യത്തിലേക്ക് വരികയും അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ഔദ്യോഗികമായി ജനങ്ങളെ ആശീർവദിക്കുന്നതോടുകൂടി സഭയ്ക്ക് ഒരു പുതിയ മാർപ്പാപ്പയെ ലഭിക്കുന്നു. അതിനുശേഷം കർദിനാൾ സംഘം ഒന്നിച്ചുകൂടി മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് എന്നാണ് ചാർജ് എടുക്കുന്നത് എന്ന് തീരുമാനിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും പരിശുദ്ധ മാർപ്പാപ്പ ചാർജ് എടുക്കുന്നതോടുകൂടി സഭയിൽ ഔദ്യോഗികമായി തന്റെ ശുശ്രൂഷകൾക്ക് നിയോഗിക്കപ്പെടുന്ന വ്യക്തി മാർപ്പാപ്പയായി പരിപൂർണമായി അവരോധിക്കപ്പെടുകയും ചെയ്യുന്നു.